അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ മനസ്സുകളിൽ ഒരുപാട് ഉദ്ദേശങ്ങളുമായി നടക്കുന്നവരാണല്ലോ നമ്മൾ. കാലാകാലങ്ങളായി ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരുണ്ട്. അതൊക്കെയും പെട്ടെന്ന് നടന്നു കിട്ടാൻ, പെട്ടെന്ന് ഹാസിലാവാൻ, പെട്ടെന്ന് പൂർത്തിയാവാൻ എളുപ്പമുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്. ആത്മീയമായി നാം ചിന്തിച്ചാൽ പരിശുദ്ധ ഖുർആൻ ഓതി ദിക്റുകൾ ചൊല്ലി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു വഴിയാണ് ഇന്നത്തെ വിഷയം. ആയത്തുൽ കുർസി ഓതാൻ അറിയാത്തവർ ആരും ഉണ്ടാവുകയില്ല. നമ്മൾ എല്ലാവരും ചെറുപ്പം മുതൽ തന്നെ പഠിച്ച മഹത്തായ ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ഓതി നമ്മളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്ന ഒരുപാട് വഴികൾ മഹാന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി അൻബിയ മുർസലുകളുടെ എണ്ണത്തിനനുസരിച്ച് ആരെങ്കിലും ഓതിയാൽ, അതായത് ബദരീങ്ങളുടെ എണ്ണം 313 വട്ടം ആയത്തുൽ കുർസി ഓതി ദുആ ചെയ്താൽ ദുനിയാവിലെ എന്ത് നല്ല കാര്യമാണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് നടന്നു കിട്ടും. 313 വട്ടം ആയത്തുൽ കുർസി ഓതി ചോദിച്ചാൽ എളുപ്പത്തിൽ പൂർത്തിയാക്കി തരും. രണ്ടാമത്തെ രൂപം, തഹജ്ജുദ് നിസ്കാര ശേഷം കിബിലക്ക് മുന്നിട്ടുകൊണ്ട് ഒരാൾ എല്ലാവിധ ചിന്തകളും മാറ്റിവെച്ച് ആയത്തുൽ കുർസിയുടെ അർഫിൻ്റെ എണ്ണത്തിന് അനുസരിച്ച് 170 അർഫാണ് ഉള്ളത്. ഇങ്ങനെ 170 പ്രാവശ്യം ഓതി ചോദിച്ചാൽ അള്ളാഹു പൂർത്തിയാക്കി തരും. ഇങ്ങനെ ഒരുപാട് വഴികൾ മഹാന്മാർ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആയത്തുൽ കുർസി വലിയൊരു അത്ഭുതം തന്നെയാണ്. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ അവനും സ്വർഗവും തമ്മിലുള്ള ദൂരം മരണം മാത്രമാണ്. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു ആയത്താണ് ആയത്തുൽ കുർസി. നമ്മൾ എപ്പോഴും ഓതണം. വീട്ടിൽ കയറി ചൊല്ലുമ്പോൾ ഓതിയാൽ ദാരിദ്ര്യം ഇല്ലാതാവും. വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ചൊല്ലിയാൽ മലക്കുകളുടെ കാവൽ കിട്ടും. ഇൻഷാ അല്ലാഹ്.